ഹേ ഗോയ്സ്, ഞങ്ങള് ഇന്ന് ചുമ്മാ സൺഡേ ആയിട്ട് ഞാനും തൻവീറും കൂടി ചുമ്മാ ഒന്ന് സൺഡേ റൈഡിന് ഇറങ്ങിയാണ്. സൺഡേ റൈഡിന് ഇറങ്ങിയാണ്. അപ്പൊ ഇപ്പോ നമ്മ ആദ്യം ഏഴാറ്റുമുഖത്ത് പോയി. ഏഴാറ്റുമുഖത്ത് അവിടുത്തെ അവസ്ഥ ഇച്ചിരി ഡാർക്കാണെന്ന് വെച്ചാൽ ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. നല്ല വെള്ളമൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നല്ല മഴയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മ അതിരപ്പള്ളിയിലേക്ക് പോണ വഴി നമ്മ ഒരു ചായക്കടയിൽ എത്തിയപ്പോൾ അടുത്തൊരു ചേച്ചി പറഞ്ഞു പള്ളിപ്പാറ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അമ്പലത്തിന് തൊട്ട് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്നാ പറഞ്ഞത്. അപ്പൊ അതെ, അങ്ങനെ ഇപ്പൊ ഞാനും എന്റെ കൂടെ തനുമാൻ, നിങ്ങൾ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ എക്സ്പെൽസിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, തനുമാൻ. അപ്പോ ഞാനും അവനും കൂടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. വണ്ടി എവിടെയോ പാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ദിവനാണ് ധവൻ. അപ്പൊ അതെ, ഇങ്ങനത്തെ ഒരു വഴി കൂടെ നടന്നു തന്നെ, വണ്ടി റോട്ടിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു വഴി കൂടെ നടന്നു തന്നെ. ഇവിടെ നല്ല കിടിലൻ സ്പോട്ടാണ്. പക്ഷെ നമ്മ ഇറങ്ങണില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അതെ. ഓ ആ സംഭവം കൊള്ളാട്ടാ. വിഷയമാണ്. രസമൊക്കെ ഉണ്ട്, നല്ല രസമുള്ളൊരു വഴി. അപ്പൊ അതിരപ്പള്ളിയിൽ വരുന്നവര് എന്താണെങ്കിലും ഈ ഒരു സ്പോട്ട് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. അടിപൊളി സ്പോട്ടാണ്. എന്തായിരുന്നു പള്ളിപ്പാറ അല്ല അമ്പലത്തിന്റെ പേര്? പള്ളിപ്പാറ അമ്പലത്തിന്റെ സൈഡിലുള്ള വഴിയാണ്ടോ. അപ്പോ ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കണേണ്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അതായത് നമുക്ക് നോക്കാം. നല്ല ഒഴുക്കിന്റെ സൗണ്ട് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വെള്ളച്ചാട്ടും കാലൊക്കെ ഉണ്ട്. മഴ ചെയ്തുകൊണ്ട് ഞങ്ങക്ക് അതിരപ്പള്ളിയിലെ ഏഴാറ്റുമുഖത്തെ വീഡിയോസ് ഒന്നും കാലം എടുക്കാൻ പറ്റില്ല. ഓ വൈബ് സ്ഥലം ഉണ്ടോ. ചെറിയ ഷൂ ഒക്കെ ചീഞ്ഞ്, പക്ഷെ കുഴപ്പമില്ല, ഒരു വൈബ്. പൊള്ളി സ്പോട്ട് എന്ന് പറഞ്ഞ പൊള്ളി സ്പോട്ട്. തനുമാൻ എങ്ങനെയുണ്ട്? വിഷയ സ്പോട്ട്. ഇവിടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ മഴയും കാലൊക്കെ കൊണ്ട് അധികം തിരക്കും കാലൊന്നും ഇല്ല. അവിടെ 7 സ്റ്റോണൊക്കെ ചെയ്തിട്ട് സ്പോട്ട് ആക്ച്വലി കൊള്ളാം. സ്പോട്ട് തനിമാൻ റിസ്ക് എടുത്ത് നടന്ന് പോകുന്നു കാണുന്നത്. അവിടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിസ്ക് എടുത്തിട്ട് മിക്കവാറും ഞാൻ ഇവനെ പോയിട്ട് ഏഴാറ്റുമുഖത്ത് പോയിട്ട് പിക്കേണ്ടി വരും മിക്കവാറും. അതിനെ കൂടി ഒഴുകും. എടാ നിന്നെ ഏഴാറ്റുമുഖത്ത് പിക്കേണ്ടി വരുമോ? അവിടെ നിന്നിട്ട് അവസാനം ഏഴാറ്റുമുഖത്ത് ഞാൻ പിക്കേണ്ടി വരുമോന്ന് അങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞാൽ മതി. ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് എത്തിയേക്കാം. ഫാമിലി സംഭവം കിട്ടുന്ന സ്പോട്ടാണ്. ഇന്നിപ്പോ നല്ല മഴയും കാര്യം നല്ല ഒഴുക്കുള്ളതുകൊണ്ട് നല്ല അടിപൊളി സെറ്റ് സാധനം. ഞാൻ നടക്കാനല്ല, എനിക്ക് അങ്ങോട്ട് വന്നിട്ട് എവിടെ നിൽക്കാനാണ്? തെന്നും പണ്ടാറും. സ്പോട്ട് ഒരു രക്ഷയില്ല, അടിപൊളി സ്പോട്ട്. ഞാൻ കണ്ട് 7 സ്റ്റോൺ അല്ലേ ഞാൻ എടുത്തിരുന്നത്. നല്ല കിടിലൻ സ്പോട്ട്, ഒന്നും പറയാനില്ല. ഞങ്ങൾ മഴ ചെയ്തുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാനുള്ള, കാരണം ഭയങ്കര റിസ്ക് ആയിരിക്കും. റിസ്ക് എടുത്തുള്ള പരിപാടിയൊന്നും ഞങ്ങൾ ചെയ്യണില്ല. മരിച്ച് ഞാൻ അപ്പളേ പറഞ്ഞ മിക്കവാറും ഞാൻ ഏഴാറ്റൊന്ന് പൊക്കേണ്ടി വരും. ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ തെങ്ങി പൂപ്പിലെടുത്ത് ആകെ സീനടിക്കുന്നത്. പക്ഷെ നല്ല കിടിലൻ സ്പോട്ട് ഇട്ടാ, നല്ല പ്രൈവറ്റ് സ്പോട്ടാണ്. പക്ഷേ കുറച്ചധികം ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സ്പോട്ടിലെ പ്രൈവസി അങ്ങോട്ട് പോകും. പക്ഷെ സംഭവം കൊള്ളാം, അടിപൊളി സ്പോട്ടാണ്. തനിമനെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോയാൽ മതി. എന്നിട്ട് എന്താണ് അടിപൊളി വാട്ടർഫോൾ, ഒരു രക്ഷയില്ല. നമ്മ കുളിക്കാണ്ട് നമ്മൾ പ്ലാൻ ഇറങ്ങിയല്ല, നമ്മ സൺഡേ റൈഡിൽ ഇറങ്ങിയ കിടിലൻ സ്പോട്ടാണ്. അവിടെ മഴയുള്ളവിടെ നല്ല ഒഴുക്കുണ്ട്. അപ്പൊ ആ ചേച്ചി പറഞ്ഞ സ്ഥലം പൊളിച്ച് നല്ലൊരു കാട്ടിനുള്ളിലൊക്കെ കയറി വന്ന് നൈസ് വൈബ് കൊള്ളാട്ടാ. ഫാമിലിയുടെ ഒക്കെ വന്നിട്ട് ചുമ്മാ ഒന്ന് ചില്ല് ചെയ്ത് അടിച്ച് പൊളിക്കാനൊക്കെ പറ്റിയൊരു സ്പേസ് ആണ്. കൊള്ളാം. അപ്പൊ നമ്മ നൈസായിട്ട് എന്താ പറയാ, നമ്മ ഇറങ്ങണില്ല, പോവാനുള്ള പരിപാടിയാണ്. ജസ്റ്റ് നമ്മ ഇപ്പൊ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇനി പതിയെ ഒരു ദിവസം ഞങ്ങ പ്ലാൻ ചെയ്തൊന്ന് വരുന്നുണ്ട്. എന്തായാലും ഗംഭീര സ്പോട്ടാ. ചേച്ചിനെ കണ്ടെന്തായാലും നന്നായി അല്ലേ, ഒരു രക്ഷയില്ല. ഇവിടെ ഇപ്പൊ ആൾക്കാരുണ്ടാവും. ഇവിടുന്ന് പോയപ്പോഴത്തേക്കും ഇവിടെ വൈബായി. ഇത് ആക്ച്വലി കൊള്ളാട്ടോ, നല്ല അധികം വലിയ റിസ്ക് ഇല്ലാത്തൊരു സ്പേസ് ആണ്. അധികം അങ്ങോട്ടൊന്നും പോവാൻ നിൽക്കുന്നത്, പോയിക്കാനെ പണി പാടും. എന്താടാ അധികം ഒഴി അങ്ങോട്ട് പോയിക്കാനെ ചാലക്കുടി പുഴയിലും മുതലക്കണ്ണിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഞങ്ങ ഇവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മ ചുമ്മാ റൈഡായിട്ട് ഇറങ്ങിയാണ്. നമുക്ക് അതിരപ്പള്ളി എത്തണം. ഉച്ചക്കുമ്പോ നമുക്ക് തിരിച്ചെത്തണം. കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ അങ്ങ് ഏഴാറ്റൂത്ത് പോയിരുന്നു. അത് നമ്മൾ ഷൂട്ട് ചെയ്തില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി പോയി. പിന്നെ ഒരു സാധനം ഇടാ മാൻ, ഇവിടെ അട്ട ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. മിക്കവാറും നമ്മ അതിരപ്പള്ളി എത്തുമ്പോഴത്തേക്കും ഒരു ഷൂ കൂടി ഉണ്ടാവും കാലില്. വരുമ്പോ ഇങ്ങനത്തെ അഡ്വഞ്ചർ എന്ന് വെച്ചാൽ വലിയ ടാസ്ക് ഒന്നുമില്ല. ചെറിയ ചെറിയ കല്ലും മല്ലും ഇതൊക്കെയാണ്.
പിന്നെ ഈ പറഞ്ഞ നമ്മ വണ്ടി പാർക്ക് ചെയ്ത് കൊടുക്കുന്ന വലിയ ദൂരമൊന്നും ഇല്ല ഇങ്ങോട്ട്. ചില കിടിലൻ സ്പോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു ചേട്ടൻ നടന്നു കഴിഞ്ഞു. ഫാമിലിയുടെ ഒക്കെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കിടിലൻ സ്പോട്ടാണ്. അവിടെയൊക്കെ വേറൊരു വൈബാണ്, കൊള്ളാം. കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴി. അയ്യോ ചത്തു. തനുമാൻ എന്തൊരു കിടിലൻ സ്പോട്ട് കണ്ടെന്ന് അവൻ പറയപ്പെടുന്നു. അപ്പൊ നോക്കാം. അപ്പുറത്തൊരു വഴിയല്ലേ, എനിക്കൊന്ന് അമ്പലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ വഴി ഉണ്ടെന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്ന മെയിൻ റോഡ് പോലെ ഇതുപോലത്തെ ഒരു പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റും. പക്ഷെ ഇരിക്കാൻ പറ്റും. തെന്നിയൊരു പോക്ക് അങ്ങോട്ട് പോകും. പിന്നെ ഞാൻ ഏഴാറ്റുപത്ത് ഞാൻ വന്ന് പിക്കോളാം. നീ കുറച്ചേരം തെന്നി വീഴാൻ നോക്കണത്. എന്തായാലും കൊള്ളാം, സ്ഥലം പൊളിച്ചതേ. ഇത്രയും ദൂരമുള്ളൂ. അവിടെ ഒന്ന് വണ്ടി വെക്കാം. അവിടെ വണ്ടി വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് ഇതാ കാണുന്നതാണ് ഇതിന്റെ സ്പോട്ട്. ഒരു രക്ഷയില്ല, മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ. എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം ഉണ്ടോ. കൊള്ളാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നത്. അത് നമ്മ അവിടെ വന്നടിക്ക് അവിടെ പാർക്കിങ്ങിന് അവിടെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചിയാണ് സ്പോട്ടിങ് കാര്യങ്ങളും പറഞ്ഞത്. ഗുയിസ് ഇവര് പറഞ്ഞ ആന വണ്ടെന്ന് പറഞ്ഞു. എടാ അവിടെടാ അവിടെ പൊന്നു ഗുയിസ് ആന ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അവര് പറയണത്. ഈ ഏതൊരു ഭാഗത്താണ് ആന വന്നേക്കാൻ കേട്ടോ. അവിടെ ആൾക്കാർ വീട്ടിട്ടുണ്ട്. ഞാൻ വീടെടുക്കാം. എല്ലാരും ഓടണ്ട. അതിരപ്പള്ളിക്ക് വല്ല ഷോർട്ട് കട്ട് ഉണ്ടോ? നീ ഇപ്പൊ സേഫ് അടിക്കാൻ നോക്ക്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഓടിച്ചു വിട്ട്. കാരണം വെച്ചോടെ ആന ഇറങ്ങിയത് ഈ ഒട്ടുന്നു. അപ്പൊ അതും കൂടി സൂക്ഷിക്കോണ്ടാ നിങ്ങൾ വരുമ്പോ. ഇവിടെ ആണെങ്കിൽ ആന ഉണ്ടെന്നാ പറഞ്ഞത്. കേറിപ്പോയാ നമ്മുടെ ആ കണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ അതിരപ്പള്ളി പള്ളിപ്പാറ ദേവി ക്ഷേത്രത്തിന്റെ അതിരപ്പള്ളി വെറ്റിലപ്പാറ. ഇതിന്റെ തൊട്ടപ്പുറത്തൊരു വഴിയുണ്ട്. ആ ചലഞ്ചർ നെയ് കണ്ട ആ വഴിയാണ് നമ്മുടെ ഇപ്പൊ നമ്മ കണ്ട ആ സ്പോട്ടിലേക്ക് പോണത്. അപ്പൊ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ആ സ്പോട്ടിൽ വരിക. ഓ അപ്പൊ നമ്മ ഇപ്പൊ ആ സ്പോട്ടിൽ നൈസായിട്ട് ഇറങ്ങി. ഇപ്പൊ ആന ഇറങ്ങി. ആന ഇറങ്ങി എന്ന് പറഞ്ഞോണ്ട് നമ്മ അവിടെ നിന്ന് പട്ടിയായി. ഓടിച്ചും വിട്ടു. അത് വേറെ ഓടിച്ചിട്ട് സത്യം അതാണ് ഓടിച്ചിട്ട്. ഇപ്പൊ ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് നീങ്ങാണ്. അപ്പൊ ഇവിടെ വരുന്നവര് ഇത് റിസ്ക് ഉണ്ട്. സൂക്ഷിച്ചാൽ മതി. വലിയ ടാസ്ക് ഒന്നും ഇല്ല, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എന്നാലും കൊള്ളാം. പിന്നെ ഞാൻ ഏഴാറ്റൂർ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾ കണ്ടോക്കും. സ്പീഡിൽ ആ വീട്ടിലേക്ക് ഗൈസ് ഇപ്പൊ നമ്മുടെ മറ്റേ സ്പോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന്റെ തൊട്ടടുത്ത് നമ്മുടെ അതിരപ്പള്ളി നമ്മുടെ എന്താ പറയാ അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളം ആ ഒഴുക്കില്ല, നീരൊഴുക്ക് നമ്മുടെ ഏഴാറ്റത്തേക്ക് ഉള്ളത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാണിച്ചുതരാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇറങ്ങി കുളിക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ഫാക്ടറാണ് ഇപ്പൊ ഈ സമയത്ത്, നല്ല മഴ സമയത്ത്. ഇപ്പോഴത്തെ ഇവിടെ റീൽ എടുക്കണുണ്ടാവും. അപ്പൊ നമ്മുടെ സ്പോട്ടിന്റെ അതായത് ഇപ്പൊ നമ്മ പോയ ആ പ്രൈവറ്റ് സ്പോട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടാണിത്. അടിപൊളി.
പിന്നെ അവിടുത്തെ കണ്ടീഷൻ കുറെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കൽ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് കുറെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം മഴയുണ്ട്, ഇപ്പം മഴയില്ല, എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി. പൊളിക്കണ്ട, റീലെടുത്ത് പൊളിക്കണം. കൊറേ നേരം അല്ല റീൽസ് എടുക്കണം. ഇതൊക്കെ ഔട്ട് കാണാൻ പറ്റുമോ? ഇതൊക്കെ കാണാൻ പറ്റുമോ? ഔട്ട് കാണാൻ പറ്റുമോ? നീ ഒന്ന് തിരിഞ്ഞു പോണം, നീ നോക്കി സംസാരിക്കണ. നീ എവിടെ പോണ്ട? കണ്ട് കൊറേ കുരങ്ങുകൾ നമ്മുടെ ഈ റോഡിൽ. നമ്മതെ വെൽക്കം ടു വാഴച്ചാൽ. സോ നമ്മ വാഴച്ചാൽ നല്ല തിരക്കുണ്ട് അതിരപ്പള്ളിയില്. ഇവിടെ ചെക്ക് പോസ്റ്റിന് അവിടെ റേഞ്ച് ഇച്ചിരി ശോകമാണ്. അപ്പൊ ഇവിടെ വരുന്ന കയ്യില് കാറ്റുകൂടി കയറിയിട്ട് ഇറങ്ങുന്നതൊക്കെ നല്ലത്. റേഞ്ച് ഇച്ചിരി ശോകമാണ്, അത്യാവശ്യം തിരക്കുണ്ട്, നല്ലൊരു കിടൽ സ്പോട്ടൊക്കെ ഉണ്ട്. ബ്ലോക്ക് ബാഗും ഹെൽമെറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ തനിമാതിരിയിലൊക്കെ ടിക്കറ്റ് എടുത്ത് നേരെ ഇവിടെ അങ്ങോട്ട് നേരെ ഫോൺ തട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ കൊടൈക്കനാല് പോയപ്പോ എന്റെ ക്യാമറ അടിച്ചിട്ടും പോയിട്ടുണ്ട്. കൊണ്ടുപോയാ? ചെറിയ കൂൾ പിക്സ്, പഴയ സോണിയുടെ കൂൾ പിക്സ് ഉണ്ട്. നല്ല വൈബ് ഉണ്ടല്ലേ, നല്ല അറ്റ്മോസ്ഫിയർ, കിടിലൻ ക്ലൈമറ്റ്. നമുക്ക് അധികം വീഡിയോസും കാര്യം എടുക്കാൻ പറ്റില്ല, നല്ല മഴക്കുണ്ട്. ില്ലെങ്കിൽ തെന്നി തലങ്ങി നേരത്തിറക്കും. നല്ല കിട്ടിലും വെള്ളം നോക്കാട്ടോ. അധികം വീടുകാരെ ഷൂട്ട് ചെയ്യില്ല, കാരണം മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തു. ജിമ്മന്മാര് ബോഡിക്ക് കാണിക്കാൻ പറ്റും. കൊള്ളാം, അത്യാവശ്യം ആൾക്കാരുണ്ട്. ഫുഡ് കഴിക്കണ ചേച്ചിനെ കണ്ട നമുക്ക് ഈ ചേച്ചിയാണ് നമുക്ക് വഴി കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ തിരിച്ച് പോയാണ് ഗോയ്സ്. എന്തായാലും ആ സ്പോട്ട് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം അല്ലേ? പൊളിയല്ലേ? പൊളി സ്പോട്ടാണ്. അപ്പൊ ലൊക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞ പള്ളിപ്പാറ ഭഗവതി ക്ഷേത്രം അല്ലെ, ഭഗവതി ദേവി ക്ഷേത്രം അങ്ങനത്തെയൊക്കെയാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചെന്ന പ്രൈവറ്റ് സ്പോട്ടിലേക്കുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പള്ളിപ്പാറ ഭഗവതി ക്ഷേത്രം അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കാണിച്ചു തരാം, ലൊക്കേഷൻ കാണിച്ചു തരാം. അതിന് തൊട്ട് സൈഡിലൊരു ചലഞ്ചർ എന്ന് പറഞ്ഞ ഒരു ബോർഡൊക്കെ വെച്ചൊരു ചെറിയ റോഡുണ്ട്. ആ വഴി കൂടെ പോകുമ്പോഴാണ് നമ്മുടെ സ്പോട്ട്. ഒരു 200 മീറ്റർ ഒക്കെ പോയാൽ മതി നമ്മുടെ സ്പോട്ടിലേക്ക്. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് നടന്നു പോകണം. അപ്പോൾ വരാൻ പ്ലാനുള്ളൊരു ലൊക്കേഷൻ മറക്കണ്ട, പള്ളിപ്പാറ ഭഗവതി ദേവി ക്ഷേത്രം അങ്ങനെ ഉണ്ടാക്കിയാണ്. അപ്പൊ എന്തായാലും ഞാൻ ലൊക്കേഷൻ വാടിയതേക്കാം, വന്നു നോക്ക്. അപ്പൊ എന്തായാലും നമ്മ തിരിച്ചു പോണേണ്. നമ്മ ചുമ്മാ റൈഡായിട്ട് വന്നതാണ്. അപ്പൊ തിരിച്ചു പോണേണ്, തിരിച്ചു പോണേണ്. പിന്നെ ഇപ്പൊ പോയിട്ട് കുറച്ച് പറ്റേക്കുണ്ട്. അപ്പൊ നമ്മ ഇവിടുന്ന് ഇറങ്ങാൻ പോണേണ്.